ഇപ്പോൾ ഏകദേശം അര മിനിറ്റിൻ്റെ ഉള്ളിൽ താഴെ വരെ മുകളിൽ വരും. എവരിബഡി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫാം ഹൗസ്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ നായ്ക്കുട്ടീനെയാണ്. അതേത് കുട്ടിയാണ്, 9 or 8 months ആയുള്ളത്. ഇതൊരു മുതോൾ ഹൗണ്ടാണ്. കർണാടകയിലുള്ളൊരു ഹണ്ടിങ് ബ്രീഡാണിത്. നല്ല സ്പീഡിലുള്ള ഓട്ടം, അതേപോലെ ഇതിന് ബോഡി സ്ട്രക്ചറും ഇങ്ങനെ മെലിഞ്ഞിട്ടാണ്. ഇത് നല്ല നീളമുള്ള വാലും ഉണ്ട്. സനി, നമുക്ക് നീ ഓടുന്നൊരു 1 2 3 ഫെച്ച്. ഇവളുടെ ചെറുപ്പത്തിൽ ഇവള് 2 months മാത്രമായപ്പോൾ എൻ്റെ അച്ഛൻ മോൾട്ടേക്ക് ഓടുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൂടെ ഓടുമ്പോൾ ഇവളായിരിക്കും ആദ്യം എത്തുക. 2 മാസമായപ്പോൾ ഇവള് ചെറിയൊരു കുട്ടിയായിരുന്നു അല്ലേടി. ഇപ്പോൾ വലിയ കുട്ടിയായി ഇവള്. ഇപ്പം 2 കാലിൽ നിന്ന് എന്നെക്കാളും ഹൈറ്റ് ഉണ്ട് ഇവളിപ്പോൾ. അപ്പം ഇതാണ് അവളുടെ കൂട്. ഇതിലൊന്നിനെ വെക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നായ വളർന്നപ്പോൾ കൂട് ചെറുതായ പോലെയാണ് തോന്നുന്നത്. മുമ്പൊക്കെ നമ്മൾ വിചാരിച്ചു ഈ കൂട് ഭയങ്കര വലുതാണല്ലോ, ഒരു നായക്ക് 2 നായനെ വാങ്ങിച്ചിടാലോ എന്ന്. പക്ഷേ ഇവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ കംഫർട്ടബിളി കൊള്ളില്ല. ഇത്രയ്ക്ക് അൺകംഫർട്ടബിൾനെസ് ഒന്നുമില്ല, എന്നാലൊന്ന് കുറച്ച് ഹാർഡാണ്. കുറച്ച് സ്പേസ് ഉണ്ടാവുള്ളൂ, പക്ഷെ തലയൊന്നും മുട്ടില്ല പെട്ടെന്ന്. ഞാനിപ്പോൾ നായ്ക്കൂടിനകത്ത് നിൽക്കുന്നത്. ഞാനിപ്പോൾ ഒരു 4 feet എങ്കിലും ഉണ്ടാവും. അപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ നിൽക്കാം. പക്ഷെ സ്പേസാണ് പ്രശ്നം. കണ്ടോ, പിന്നെ ഇതവളുടെ വെള്ളം വെക്കുന്നൊരു ബൗള്. പിന്നെ ഇതാണ് അവള് കിടക്കുന്ന ചാക്ക്. പിന്നെ റബ്ബർ മാറ്റും ഉണ്ട് അടിയിൽ. പണ്ട് ഇവിടെ മൂത്രം ഒഴിച്ച് വയ്ക്കുമ്പോൾ ഭയങ്കര നാറ്റായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഇത് ഡെയിലി ഏകദേശം കഴുകേണ്ട വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ വലുതായപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായില്ല. ഓ, ക്യാമറ കടിക്കരുത്. ആ ഏയ് സണി, വേനിക്കുന്നടി, വിട് 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 വിട്. ഔച്ച്, വേനിക്കുന്ന. അവള് അത്രയ്ക്കും വേണ്ടിയിട്ടൊന്നും അവള് കടിക്കല്ല. അവളിപ്പോൾ എൻ്റെ കൂടെ കളിക്കുകയാണ്. നോ സണി, എടി ഓടാത്തൻ്റെ. പിന്നെ ഇവള് വാലോണ്ട് അടിക്കുമ്പോൾ നല്ല വേനയാ. പിന്നെ ഇവിടെ എന്താ കുറച്ച് കുരുമുളകിൻ്റെ തൈ മുളപ്പിച്ചിട്ടുണ്ട്. പച്ചമുളക്, പിന്നെ വഴുതിനുണ്ട്. പിന്നെ ഇവിടെ ഒറ്റൊരു ടർക്കിയുണ്ട്. ഏയ് സണി, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവാമൃതവും കലക്കി വെച്ചിട്ടുണ്ട്. അത് പശുവിൻ്റെ ചാണകവും മൂത്രം കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ടർക്കി. അടിയിലുള്ള കോഴിക്കുട്ടികളാണ്. ഇപ്പോൾ ഈ കൂടിൻ്റെ അച്ഛൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഏയ് സണി, നോ. മുമ്പ് എൻ്റെ ടർക്കി നമ്മൾ തന്നെ അതിനൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ബോക്സൊക്കെ ആക്കി കൊടുത്തതാണ്. ഇവിടെ വേറെ കോഴിക്കുട്ടികളുടെ കൂടെ ഒന്നും മിങ്കിളാവുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ വന്നപ്പോൾ അവള് ഈസിലി എന്തോ കാരണം മിങ്കിളായി. പിന്നെ ഇതൊക്കെയാണ് തക്കാളി.
ഇതാ കുറച്ച് മുളകുണ്ട്. സണി. ഇതാ തക്കാളി ഉണ്ട്. ഇപ്പോൾ വീട്ടാവശ്യത്തിനുള്ള തക്കാളിയൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാ പിന്നെ കോണ്. പിന്നെ മുളക്, അതൊക്കെയാണ്. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. അപ്പോൾ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.